ഈ താമരശ്ശേരി ചുരത്തിലേക്ക് വന്നാൽ ഓണം തിരക്കിനിടെ അവിടെ വലിയ നിയന്ത്രണങ്ങളാണ് കേട്ടോ. ചുരത്തിൽ മണ്ണിടിഞ്ഞ സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്ന് മുതൽ 3 ദിവസം താമരശ്ശേരി ചുരത്തിലെ വ്യൂ പോയിന്റുകളിൽ കൂട്ടം കൂടാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അനുവദിക്കില്ല. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ ഓണമാകുമ്പോൾ സ്വാഭാവികമായും മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വീട്ടിലേക്ക്, പഠിക്കാൻ പോയ ആളുകൾക്കൊക്കെ വീട്ടിലേക്ക് മടങ്ങി വരേണ്ട ഒരു സമയമാണ്. ചുരത്തിലെ നിയന്ത്രണങ്ങൾ അവരെയൊക്കെ ബാധിക്കുമോ? ആര്യ, ഓണം പ്രമാണിച്ച് തന്നെയാണ് ഈ രീതിയിൽ താമരശ്ശേരി ചുരത്തിലൂടെ ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം. നേരത്തെ തന്നെ നമുക്കറിയാം, അവിടെ മണ്ണിടിച്ചിലും കല്ലുകളും ഒക്കെ പതിച്ചതിനെ തുടർന്ന് 2 ദിവസത്തോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഭാഗികമായി ആണ് ഗതാഗതമൊക്കെ തുറന്നു കൊടുത്തത്. എന്നാൽ ഇപ്പോൾ മൾട്ടി ആക്സിൽ വാഹനങ്ങളടക്കം ആ ചുരത്തിലൂടെ പോകുന്നുമുണ്ട്. പക്ഷേ ഓണമൊക്കെ ആവുമ്പോൾ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലേക്കുമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ചുരം വഴി പോകും. അതുകൊണ്ട് ഗതാഗത കുരുക്കടക്കം ഈ ഓണ സമയത്തൊക്കെ, തിരുവോണ സമയത്തൊക്കെ നമ്മൾ കാണുന്നതുമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. താമരശ്ശേരി 9ാം വളവിൽ ആ വ്യൂ പോയിന്റിൽ ആരെയും നിൽക്കാൻ സമ്മതിക്കില്ല, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പോലീസ് പ്രധാനമായിട്ടും പറയുന്നത്. ആ രീതിയിൽ പോലീസിന്റെ നിയന്ത്രണം അവിടെ ഉണ്ടാകും. 2 ഭാഗത്തു നിന്നും വലിയ വാഹനങ്ങളടക്കം 2 ഭാഗത്തു നിന്നും ഒരുമിച്ച് വിടാതെ പോലീസ് കൃത്യമായി ഇടവേളകളെടുത്ത് നിയന്ത്രിച്ചതിന് ശേഷമായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക എന്നുള്ള കാര്യവുമാണ് എന്തായാലും പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. അടിവാരത്തും അതുപോലെ തന്നെ ലക്കിടി ഭാഗത്തും 2 ഭാഗത്തു നിന്നും പോലീസിന്റെ നിയന്ത്രണങ്ങളോട് കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. അടുത്ത 3 ദിവസമാണ് ഈ രീതിയിൽ നിയന്ത്രണം താമരശ്ശേരി ചുരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആര്യ, ശരി. അപ്പം വയനാട്ടിലേക്ക് സ്വാഭാവികമായും പോകാൻ ആഗ്രഹിക്കുന്നവരോട് പറയുകയാണ്, അവിടെ നിയന്ത്രണങ്ങളുണ്ട്, അപ്പോൾ നേരത്തെയൊക്കെ പോകേണ്ടി വരും. അതുപോലെ തന്നെ ഈ ചുരത്തിന്റെ ഓരോ വളവിലും നിർത്തി ആ കാഴ്ചയൊക്കെ ആഘോഷിക്കുന്നത്, അതിന് 3 ദിവസത്തേക്ക്, ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് നിയന്ത്രണമുണ്ട്.